ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ജീവൻ്റെ സന്ദേശം എന്ന ഈ പ്രോഗ്രാമുമായിട്ട് നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ വലിയവനായ ദൈവം സഹായിച്ചതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സകല മാനവ മഹത്വവും കർത്താവായ യേശുവിന് നൽകുന്നു. കഴിഞ്ഞ 10 വർഷത്തോളമായി കിങ്ഡം ഫസ്റ്റ് ഗ്ലോബൽ വർഷിപ്പ് സെൻറ്റർ നെടുമങ്ങാട് ചർച്ചിൻ്റെ പല ബ്രാഞ്ചുകളിലായി ശുശ്രൂഷകളിലായിരിക്കാൻ ദൈവം അവസരം തന്നു. ഇപ്പോൾ ഞാൻ വിതിര ചർച്ചിലെ ശുശ്രൂഷകനായിരിക്കും. എൻ്റെ പേര് പാസ്റ്റർ ഷിബു CR. കഴിഞ്ഞ ഒരു 6 മാസത്തിന് മുൻപ് ഒരു ദൈവാലോചന ഉണ്ടായത്. ഇതുവരെയും സഭകൾക്കകത്ത് പല സഭകൾ മാറി മാറി ശുശ്രൂഷ ചെയ്തു. എങ്കിലും ഒരു മീഡിയ മിനിസ്ട്രി ഇങ്ങനെ ചെയ്യണം എന്ന് ദൈവനാമത്തിൽ ഒരു ആലോചന തരിക. അതിന് പ്രകാരമാണ് ഒരു പ്രോഗ്രാം ചെയ്യുവാനിടയായത്. ഇത് അനേകർക്കൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതിനായി പ്രാർത്ഥിക്കുന്നു. ഒരു വചനം നമുക്ക് ശ്രദ്ധിക്കാം. ചില കാര്യങ്ങളെ പുതിയ വർഷത്തിൽ നമുക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെ, ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് നോക്കാം. എങ്ങനെയാണ് ദൈവം തന്ന ചില ദൈവിക ആലോചനകളെ നമുക്ക് കേൾക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗ യെശയ്യാ പ്രവചന പുസ്തകം, അതിൻ്റെ 43-ാമത്തെ അധ്യായം, അതിൻ്റെ 18-19 വാക്യങ്ങളാണ്. മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, ഇത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അതറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഹല്ലേലൂയ. ഈ ദൈവത്തിൻ്റെ വചനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പുതിയ കാര്യങ്ങളെ ചെയ്യുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ഇതിന് വചനം പറയുന്നത് മുമ്പ് ഉള്ളതിനെ നമ്മൾ ഓർക്കണ്ട. മുമ്പുള്ളതിനെ എന്ത് വേണ്ട? നമ്മൾ ഓർക്കേണ്ട. നമ്മൾ പലപ്പോഴും പഴയ കാര്യങ്ങളെ നമ്മൾ ഓർത്ത് നമ്മൾ ചിന്തിക്കുന്നവരും ഭാരപ്പെടുന്നവരും ദുഃഖിക്കുന്നവരുമാണ്. ഞാൻ ഇന്ന കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് വിദ്യാഭ്യാസം എൻ്റെത് മോശമായി പോയത് കൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് വളർന്നു വരാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് എന്നെല്ലാം നമ്മൾ ചിന്തിച്ച്, ഇതുകൊണ്ടാണ് എൻ്റെ തലയിലെഴുത്ത് ഇങ്ങനെ കൊണ്ടാണ്, എൻ്റെ കൈരേഖ ശരിയല്ല എന്നെല്ലാം പറഞ്ഞ് നമ്മൾ പലതിനെയും പഴിക്കുന്നവരാണ്. പഴയ കാര്യങ്ങളെ നമ്മൾ ഓർമ്മിച്ച് അതുകൊണ്ടാണ്, ഇന്നതുകൊണ്ടാണ്, നമ്മളൊരു നെഗറ്റീവ് അതിൽ കണ്ടെത്തും. പക്ഷേ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, മുൻപുള്ളവ നീ ഓർക്കണ്ട. നീ കർത്താവിൽ ആശ്രയിക്കുന്നവനാണോ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണോ, പഴയതിനെ നീ ഓർക്കണ്ട. പഴയതിനെ മറന്നു കളയുവാൻ ദൈവത്തിൻ്റെ ഒരു കൃപ. നമ്മൾ എത്ര തന്നെ മറന്നു കളയണം എന്ന് ചിന്തിച്ചാലും പഴയതിനെ നമുക്ക് മറക്കാൻ കഴിയില്ല. പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ചാൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ പഴയതിനെ നമുക്ക് മറക്കുവാൻ കഴിയും. പഴയ ഭയത്തെ, പഴയ നമ്മുടെ സംശയത്തെ, ഇനിയും നമുക്ക് പഴയതുപോലെ ഭവിക്കുമോ, അപ്പുറത്തെ വീട്ടിൽ ഭവിച്ചത് എനിക്ക് ഭവിക്കുമോ എന്നെല്ലാം ഉള്ള പഴയ കാര്യങ്ങളെക്കുറിച്ചുള്ള ആ വ്യാകുലത നമുക്ക് മാറ്റുവാൻ കഴിയും. എത്ര പേർ ഈ കാണുന്ന നിങ്ങൾക്ക് ഈ വ്യാകുലതകളോട് ഉണ്ട്? എൻ്റെ കടഭാരം മാറുമോ? കഴിഞ്ഞ പ്രാവശ്യം എടുത്ത ലോൺ നമുക്ക് അടയ്ക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം എന്താകും? എനിക്കിപ്പോൾ വരുമാനമല്ല, വളരെ കുറവാണല്ലോ എന്നെല്ലാം ചിന്തിച്ച്, പഴയ കാര്യങ്ങളെ ചിന്തിച്ച് ഇനി എങ്ങനെ മുമ്പോട്ട് പോകും എന്ന് വളരെ ഭാരപ്പെട്ടിരിക്കുന്ന ഒത്തിരി പേർ എന്നെ ഇത് കാണുന്നുണ്ട്. ഞാനിന്ന് നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ പഴയതിനെ മറന്നു കളഞ്ഞാൽ ദൈവം പുതിയത് ചെയ്യുന്ന ഒരു ദൈവമാണ്. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. എത്ര പേർ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. കാരണം എൻ്റെ ലൈഫിനെ മാറ്റിമറിച്ച ഒരു ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്നെ ശക്തിയോടെ, ബലത്തോടെ ദൈവവചനം സംസാരിപ്പാൻ പ്രാഗൽഭ്യത്തോടെ നിർത്തുന്നുവെങ്കിൽ ഇന്ന് ഞാനൊന്ന് നിങ്ങളോട് വിളിച്ച് പറയട്ടെ, ദൈവത്തിൻ്റെ പ്രവൃത്തി വലിയത് തന്നെ. ഹല്ലേലൂയ. പിന്നെ രണ്ടാമത് ഇവിടെ പറയുന്ന ഒന്നാണ്, പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കേണ്ട. പണ്ട് മുൻകാലങ്ങളിൽ മറ്റു പലരുടെ ലൈഫിൽ എന്തൊക്കെയാണോ നടന്നത് അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിച്ച് അതിനെക്കുറിച്ച് നിരൂപിച്ചു കൊണ്ടിരിക്കേണ്ട. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതാണ് പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. ദൈവം നമുക്ക് എപ്പോഴും പുതിയ വഴികളിലൂടെ നടത്തുന്നതാണ്. നമുക്ക് പഴയ നിയമത്തിൽ തന്നെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് ദൈവം പുറപ്പെടുവിച്ചു കൊണ്ടുവന്നു. അവർ മരുഭൂമിയിലൂടെയാണ് നടന്നത്. പക്ഷേ അവർക്ക് എന്തോ തട്ടിയില്ല, അവർക്ക് ചൂടടിച്ചില്ല. അവർക്ക് എന്തോ ഇത് പകൽ മേഘസ്തംഭമായിട്ട് ദൈവം കൂടെ ഉണ്ടായിരുന്നു. രാത്രി കാലത്തും അങ്ങനെ തന്നെ. അതുപോലെ തന്നെ അവർ ചിന്തിച്ച് കാണും, നമ്മൾ ഇനി ആഹാരം ഡെയിലി പാചകം ചെയ്താലല്ലേ നമുക്ക് കഴിക്കാൻ ഒക്കത്തുള്ളൂ എന്നെല്ലാം അവർ ചിന്തിച്ച സമയത്ത്, എന്നെല്ലാം അവർ മോശയോട് പിറുപിറുത്ത സമയത്തെല്ലാം ദൈവം അവർക്ക് വേണ്ടി അന്നുള്ളത് ദൈവം കൊടുത്തു. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവവേദലേ, ആരെങ്കിലും നീ ചിന്തിക്കുന്നുണ്ടോ, നാളെ എന്താകും എൻ്റെ ഭാവി, നാളെ എൻ്റെ മക്കൾക്ക് എന്ത് കൊടുക്കും, നാളെക്കുറിച്ചുള്ള ചിന്താഭാരത്തിലാണോ നീ ആയിരിക്കുന്നത്? ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു പൈതലാണോ നീ? ദൈവത്തിൽ യേശുവേ എന്ന് വിളിക്കുന്ന ഒരു ദൈവ പൈതലാണോ? നിനക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ള സകലതും പ്രൊവൈഡ് ചെയ്യാൻ ഈ കർത്താവ് റെഡിയാണ്. കർത്താവ് നോക്കുന്നത് എന്നിൽ ആരൊക്കെ വിശ്വസിക്കുന്നു
ചെയ്യുന്നുണ്ട്? എന്നെ മുറുകെ പിടിക്കുന്ന ആരുണ്ട്? പക്ഷേ നമ്മൾക്ക് പല നന്മകളും കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നില്ല. വിശ്വാസത്തിൽ എന്തോ ചെയ്യുന്നു? പലപ്പോഴും ഇടറിപ്പോകുന്നു, ഇടർച്ചകൾ വരുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പലപ്പോഴും നമുക്ക് പ്രതികൂലങ്ങൾ വന്നു പോകുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ പുതിയതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ദൈവം എനിക്ക് വേണ്ടി വഴി തുറക്കും, ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. യേശു കർത്താവ് വിശ്വസ്തനാണ്. യേശു കർത്താവ് ഏത് കാര്യത്തിലും നമുക്ക് വിശ്വസ്തനായി നമുക്ക് കൂടെ ഇരിക്കും. അവിടെ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്താണ്? ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഹല്ലേലൂയ. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. പഴയത് ചെയ്യുന്ന ദൈവമല്ല. ദൈവം എല്ലായ്പ്പോഴും പുതിയ പുതിയ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. മുമ്പ് ഒരു പ്രാവശ്യം നിനക്ക് എന്തെങ്കിലും വിടുതൽ കിട്ടിയതായിരിക്കും, മുൻപ് ഒരു പ്രാവശ്യം കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്തതായിരിക്കും. നീ അതുപോലെ ചെയ്യും എന്ന് കരുതിയിരിക്കരുത്. നമുക്ക് പഴയ നിയമത്തിലൊരു നയമാനെ നമുക്ക് നോക്കുമ്പോൾ അവൻ സേനാനായകനാണ്, പക്ഷേ അവൻ എന്തുകൊണ്ട് കുഷ്ഠരോഗമുണ്ട്. അവൻ എലീശ പ്രവാചകൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ ചിന്തിച്ചതെന്നാണ്, എലീശ പ്രവാചകൻ കൈയെടുത്ത് ഉയർത്തുകയോ അല്ലെങ്കിൽ കൊടിയെടുത്ത് ഉയർത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യും എന്ന് വിചാരിച്ചു. പക്ഷേ എലീശ പ്രവാചകൻ അങ്ങനെ ചെയ്തില്ല. എലീശ പ്രവാചകൻ എന്ത് പറഞ്ഞു? നീ പോയി എന്തു ചെയ്യുക? 7 പ്രാവശ്യം മുങ്ങി കുളിക്കാൻ പറഞ്ഞു യോർദാനിൽ. ഹല്ലേലൂയ. പക്ഷേ അത് അവന് അത്രത്തോളം ഒന്നും ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നമ്മളോടൊരു കാര്യം പറയുകയാണ്, നീ ഇന്നത് ചെയ്യുക, നീ ഇന്ന രീതിയിൽ പ്രവർത്തിക്കുക, ഇന്ന രീതിയിൽ നീ മുമ്പോട്ട് പോകുക, ഇന്ന രീതിയിൽ നീ ചലിക്കുക എന്ന് ദൈവം പറയുകയാണെങ്കിൽ ദൈവം അതിൻ്റെ മേലൊരു പ്രവൃത്തിയെ ചെയ്തെടുക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, കഴിഞ്ഞ 10 വർഷത്തോളം ഞാൻ ശുശ്രൂഷ മേഖലകളിലായിരുന്നു. ഞാൻ പല സഭകളിലും മാറി മാറി ശുശ്രൂഷ ചെയ്തു. പക്ഷേ ഈ കഴിഞ്ഞ ഒരു 6 മാസത്തിന് മുമ്പ് വരെ ദൈവം എന്നോട് സംസാരിച്ചില്ല, നീ മീഡിയയിൽ സംസാരിക്കണം, പുറത്തോട്ടൊന്ന് ഇറങ്ങണം, പുറത്തോട്ട് ദൈവോജനമായിട്ട് നിൽക്കണം. പക്ഷേ ദൈവം എന്നോട് ഇടപെട്ടു. 2024 പുതിയ കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യും. 2024 അത്ഭുതകരമായ വഴികൾ നിനക്ക് വേണ്ടി തുറക്കും. നിനക്ക് വേണ്ടിയുള്ള പുതിയ വാതിലുകളെ ദൈവം തുറക്കും. ശുശ്രൂഷയുടെ പുതിയ ഡോറുകൾ നിനക്ക് വേണ്ടി ഓപ്പൺ ആക്കും എന്ന് ദൈവം എന്നോട് വ്യക്തമായിട്ട് ഇടപെട്ടു. എന്നോട് എൻ്റെ ഫാമിലി, എൻ്റെ കുടുംബമായിട്ട് ഞങ്ങൾ ഇന്ന് ശുശ്രൂഷ മേഖലകളിൽ നിൽക്കുന്നുവെങ്കിൽ ദൈവം എന്നോട് സംസാരിച്ച ഈ വർഷം 2023 പോലെ ആയിരിക്കത്തില്ല. 2023 പോലെ നീ ഞെരുക്കത്തിലായിരിക്കത്തില്ല. 2019 പോലെ കൊറോണയുടെ ഞെരുക്കത്തിൽ നീ ആയിരിക്കത്തില്ല. 2024 നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം. ഇന്ന് എൻ്റെ വചനം ശ്രദ്ധിക്കുന്ന, എൻ്റെ ഈ വാക്കുകളെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, നീ വിശ്വസിപ്പാൻ റെഡിയാണോ? നിനക്ക് വേണ്ടി പുതുവഴികളെ ദൈവം തുറക്കും. പഴയ വഴികളല്ല, അടഞ്ഞുപോയ വഴികളല്ല, പുതിയ വഴികളെ തുറക്കുന്ന ദൈവം. ഇത് എന്നെ കാണുന്ന പലരും ബിസിനസ് ചെയ്ത് തകർന്നു പോയവർ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് പല പ്ലാനും പദ്ധതിയും ചെയ്ത് നീ ലോൺ എടുത്തിട്ട് പല കാര്യങ്ങളും പൂർത്തിയാക്കാൻ കഴിയാതെ നിരാശപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്നവർ എന്നെ ഈ വചനം കേൾക്കുന്നുണ്ട്. ചിലരുടെ ശരീരങ്ങളിൽ രോഗത്തിലും ബലഹീനതയിലും ചില അവയവങ്ങൾ ഡാമേജ് ആയിരിക്കുന്നവർ കേൾക്കുന്നവരുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം പുതിയത് സൃഷ്ടിപ്പാൻ കഴിവുള്ള ദൈവം. പഴയതിനെ, ഉടഞ്ഞതിനെ, ചതഞ്ഞതിനെ വീണ്ടും ശരിയാക്കി ഒരു റെഡിയാക്കുന്ന ദൈവമല്ല. ദൈവം എന്തോ ചെയ്യുന്നു? പുതിയ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവം. നിങ്ങളിന്നൊരു രോഗത്തിലാണോ ആയിരിക്കുന്നത്? നിങ്ങളൊരു ഭാരത്തിലാണോ ആയിരിക്കുന്നത്? നിങ്ങളൊരു നിരാശയിലാണോ ആയിരിക്കുന്നത്? നിരാശകളെ വിട്ടുകളയുവാൻ, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാൻ, ദൈവത്തോടുകൂടെ ചലിപ്പാൻ നിങ്ങൾ റെഡിയാണോ? 2024 നിങ്ങൾക്ക് വേണ്ടി ഒരു അബണ്ടൻസ് ഗ്ലോറി നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെടും. നിങ്ങളുടെ ലൈഫിൽ ഒരു ഓവർഫ്ലോയിങ് വെളിപ്പെടുക തന്നെ ചെയ്യും. അത്ഭുതകരമായ വിടുതലുകൾ നിങ്ങൾ കാണും. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുമുള്ളവർ, നിന്നെ നിന്ദിച്ചവർ, നിങ്ങളെ പരിഹസിച്ചവർ, നിങ്ങളെ കളിയാക്കിയവർ, ഈ ബൈബിൾ എടുത്തുകൊണ്ട് നടന്നാൽ എന്ത് ലഭിക്കും? ഈ സുവിശേഷ പ്രഘോഷണം അല്ലെങ്കിൽ എന്ന് സഭ, എന്നും ചർച്ച് എന്ന് പറഞ്ഞ് നടന്നാൽ നിനക്ക് എന്ത് ലഭിക്കും എന്നെല്ലാം നിന്നോട് ആരൊക്കെയോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഇതിന് നീ മറുപടി പറയേണ്ട. നമ്മൾ മറുപടി പറയാൻ നമ്മൾ യോഗ്യരല്ല. നമുക്ക് വേണ്ടി മറുപടി പറയുന്ന ഒരു ദൈവമുണ്ട്. സ്വർഗത്തിലെ ദൈവം സകലതും കാണുന്നു, സ്വർഗത്തിലെ ദൈവം സകലതും കേൾക്കുന്നു. നമ്മൾ എന്താണ്? ജഡരക്തങ്ങളോട് നമ്മൾ പോരാടേണ്ട. നമ്മൾ ഒരു മറുപടിയും പറയേണ്ട. നിന്നെ എത്ര കളിയാക്കിയാലും, നിന്നെ എത്ര നിന്ദിച്ചാലും നീ അല്പം കൂടെ സ്തുതിക്കണം. നീ പരാതി പറയരുത്. അയ്യോ, അവൻ എന്നെ കളിയാക്കി, അവൻ എന്നെ നോക്കി ചിരിക്കുന്നു, അവൻ എന്നെ നോക്കി പുച്ഛിക്കുന്നു. പുച്ഛിക്കുന്നവർ പുച്ഛിക്കട്ടെ, കളിയാക്കിയവർ കുറച്ചുകൂടെ കളിയാക്കട്ടെ. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്, പുതിയത് നമ്മൾ ചെയ്യണം. ഹല്ലേലൂയ. ഞാനൊരു കാര്യം കൂടെ നിങ്ങളോട് പറയട്ടെ. യേശു കർത്താവിനെ അത്ഭുതങ്ങളെ ചെയ്തപ്പോൾ, യേശു കർത്താവ് സുവിശേഷം പറഞ്ഞപ്പോൾ, പുതിയ കാര്യങ്ങളെ പറഞ്ഞപ്പോൾ എന്തോ ചെയ്തു? പരീശന്മാരും മറ്റ് സദൂക്യരും സകലരും എന്തോ ചെയ്തു? അവന് എങ്ങനെ കൊല്ലാം, എങ്ങനെ അവനെ തകർത്ത് കളയാം, എങ്ങനെ നശിപ്പിക്കാമെന്ന് പ്ലാൻ ഇട്ടു. പക്ഷേ യേശു കർത്താവ് ഒരിക്കലും തിരിച്ചെങ്ങനെ ചെയ്യാം, തിരിച്ച് എനിക്ക് ഇത്ര 12 ശിഷ്യന്മാരുണ്ടല്ലോ, എൻ്റെ കൂടെ 70 ശിഷ്യന്മാരുണ്ടല്ലോ,
ഉണ്ടല്ലോ, വലിയൊരു പുരുഷാരമുണ്ടല്ലോ, ഇവരെ തിരിച്ചാക്രമിക്കാം യേശു കർത്താവ് പറഞ്ഞില്ല. മറിച്ച് യേശു കർത്താവ് എന്തോ ചെയ്തു? ഒരു കുരുടനെയും കൂടെ സൗഖ്യമാക്കാൻ കഴിയുമോ? ഒരു രോഗിയും കൂടെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുമോ? ആരെങ്കിലും വീണ്ടും തകർച്ചയിൽ കിടക്കുന്നുണ്ടോ? ആരെങ്കിലും പ്രതികൂലത്തിലായിരിക്കുന്നുണ്ടോ? അവരെ വിടിവിപ്പാൻ കഴിയുമോ എന്നായിരുന്നു യേശു കർത്താവിൻ്റെ നോട്ടം. ഇന്ന് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, നമ്മളോട് കർത്താവ് പറയുന്നത് പുതിയ കാര്യങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ വീണ്ടും 19 വാക്യത്തിൽ പറയുന്നതാണ്, ഞാനിതാ പുതിയതൊന്നും ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അറിയുന്നില്ലയോ? അത് കഴിഞ്ഞ് പറയുന്നത്, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും. ഹല്ലേലൂയ. മരുഭൂമിയിൽ ഒരു വഴി ഉണ്ടാക്കണം. മരുഭൂമിയിൽ വഴി ഉണ്ടാക്കണമെന്നെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. മരുഭൂമിയിൽ പോയവർക്കേ അറിയാവും മരുഭൂമിയിൽ എങ്ങനെ വഴി ഉണ്ടാക്കുമെന്നുള്ളത്. കാരണം ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിൽ, ഞാനൊരു 18-ാമത്തെ വയസ്സ് മുതൽ തന്നെ ഞാനൊരു സൈനികനായിരുന്നു. ഞാനൊരു സൈനിക സേവനത്തിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പലപ്പോഴും രാജസ്ഥാനിൽ ഇങ്ങനെ മരുഭൂമികളിൽ പോകാറുണ്ട്. മരുഭൂമികളിൽ ഞങ്ങൾക്ക് എന്തോ ആർമി വെഹിക്കിൾസ് എല്ലാം വഴി ഉണ്ടാക്കണം. എന്തോ ചെയ്യണം? ഞങ്ങൾ എല്ലാ വാഹനത്തിലും ഒരു സാൻഡ് ചാനൽ കൊണ്ടുപോകും. കാരണം എന്താണ്? അതിട്ടതിന് ശേഷം വാഹനം മുമ്പോട്ട് നീക്കും, വീണ്ടും പിറകിൽ നിന്നും എടുത്ത് മുമ്പോട്ട് നീക്കും. അങ്ങനെ ഒരു വഴി തുറക്കുന്ന ദൈവമല്ല, അത് നമ്മുടെ മാനുഷികമായിട്ട് നമുക്ക് മൂവ് ചെയ്ത് പോകാൻ വേണ്ടിയുള്ള ഒരു വഴിയാണ്. പക്ഷേ ഇവിടെ പറയുന്നത് മരുഭൂമിയിൽ ദൈവം വഴി തുറക്കും. മരുഭൂമിയിൽ എങ്ങനെ വഴി തുറക്കും? മരുഭൂമി എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും കാറ്റടിക്കുന്ന സ്ഥലമാണ്. എപ്പോഴും അവിടെ ഒരു മണൽ കൂന ഇങ്ങനെ നമ്മൾ അതിനെ റെഡിയായി കഴിഞ്ഞാൽ അടുത്ത കാറ്റ് വീണ്ടും അടുത്തൊരു കൂന റെഡിയാക്കും എന്ന് പറഞ്ഞതുപോലെ ഓരോ കുന്നുകൾ ഇങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കും. ഒരിക്കലും അവിടെ വഴി ശരിയാകത്തില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവ് പറയുന്നത് എന്താണ്? മരുഭൂമിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും. ഹല്ലേലൂയ. വഴി ഒരുക്കുമെന്ന് പറയുന്നു. ഇന്ന് ഈ യെശയ്യാ പ്രവാചനത്തിൽ ഞാനിത് വായിക്കുമ്പോൾ തന്നെ ഇതൊരു പുതിയ കാര്യമല്ല. കാരണം നമുക്ക് പുറപ്പാട് മുതൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും എങ്ങനെ മരുഭൂമിയിൽ ദൈവം നടത്തി, എങ്ങനെ മരുഭൂമിയിലൂടെ അത്ഭുതകരമായി ജനത്തെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നു എന്നൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. കാരണം എന്താണ്? ദൈവം ഒരു വഴി തുറന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ മരുഭൂമിയെ മലർവാടിയാക്കുവാൻ കഴിയും. ഇന്ന് നിന്റെ സാഹചര്യം മരുഭൂമി പോലെ ആയിരിക്കുന്ന അവസ്ഥയാണോ? ഇനി ഒന്നും കാണുന്നില്ല, ചുറ്റും നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല, മുമ്പോട്ട് നോക്കിയിട്ടും ഒന്നും കാണുന്നില്ല, സകലതും ബ്ലാങ്ക് ആയിട്ടാണോ നിന്റെ മുമ്പിൽ ഇരിക്കുന്നത്? കർത്താവിൽ നീ വിശ്വസിക്കാമെങ്കിൽ എന്ത് ചെയ്യും? മരുഭൂമിയിൽ ദൈവം വഴികളെ തുറക്കും. ഹല്ലേലൂയ. മരുഭൂമിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വഴി തുറക്കുന്നില്ല. ദൈവം വഴി തുറന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ മണൽ കാണത്തില്ല. ദൈവം വഴി തുറന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ എന്തോ ചെയ്യത്തില്ല? അവിടെ പ്രശ്നങ്ങൾ കാണത്തില്ല. ദൈവം വഴി തുറന്നു കഴിഞ്ഞാൽ മരുഭൂമിയിലുള്ള പാമ്പ് നിന്നെ തൊടത്തില്ല, മരുഭൂമിയിലുള്ള തേള് നിന്നെ കുത്തത്തില്ല, മരുഭൂമിയിലുള്ള പ്രശ്നം നിന്നെ തൊടത്തില്ല. മരുഭൂമിയെ മലർവാടി ആക്കുന്ന ഒരു ദൈവം ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന ഈ ദൈവം, ഇന്ന് ഞാൻ വിളിച്ചു പറയുന്ന ഈ ദൈവം അത്ഭുതങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. വീണ്ടും അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാകും. ഹല്ലേലൂയ. നിർജ്ജന പ്രദേശം. നിർജ്ജനം എന്ന് പറയുമ്പോൾ എന്താണ്? ജനങ്ങളില്ലാത്ത സ്ഥലം, ഒരു ജനവുമില്ല. അതിനെയാണ് നിർജ്ജന പ്രദേശം എന്ന് പറയുന്നത്. നിർജ്ജന പ്രദേശത്ത് എന്ത് ചെയ്യുന്നു? നദികളുണ്ടാക്കും. ഹല്ലേലൂയ. നമുക്ക് നദികളെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രാചീന സംസ്കാരം തന്നെ പലതിടത്ത് രൂപപ്പെട്ടത് ഇന്ത്യയിലെ ഹാരപ്പ, മോഹൻജദാരോ, അതുപോലെ തന്നെ സിന്ധു നദീതട സംസ്കാരം, മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ഇതെല്ലാം രൂപപ്പെട്ടത് എവിടെയാണ്? നദീതടങ്ങളിലാണ്. എവിടെയാണോ നീരൊഴുക്കുള്ളത്, എവിടെയാണോ ഒരു ഉറവുള്ളത്, അവിടെയാണ് ഇതെല്ലാം രൂപപ്പെട്ടത്. ഇവിടെ വചനം പറയുന്നതിന് നിർജ്ജന പ്രദേശത്ത് ഒരു ജനവുമില്ലാതെ, ഒന്നുമില്ലാതെ ശൂന്യമായി കിടക്കുന്ന അവിടെ എന്ത് ചെയ്യും? അവിടെ ദൈവം നദികളെ ഒഴുക്കും. ഞാനിന്ന് നിങ്ങളോട് പറയട്ടെ, പുതുതായിട്ട് ദൈവം എന്ത് ചെയ്യും? ആത്മാവിൻ്റെ നദികളെ ഒഴുക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫ്ലോയെ ദൈവം ചെയ്തെടുക്കാൻ പോവുകയാണ്. നീ ഇന്ന് ആയിരിക്കുന്ന സ്ഥലത്ത് നീ ഡ്രൈ ആയിരിക്കുന്ന അവസ്ഥയിലാണോ? നീ വിഷമിച്ച് ബുദ്ധിമുട്ടി ഭാരപ്പെട്ടിരിക്കുകയാണ്. എനിക്കിനി എങ്ങനെ ഒരു വഴി തുറക്കും, എനിക്ക് വേണ്ടി എങ്ങനെ ഒരു ഉറവ് തുറന്നു വരും എന്ന് നീ ചിന്തിച്ചിരിക്കുകയാണോ? ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. മരുഭൂമിയിലായിരുന്നപ്പോൾ മോശയോട് ദൈവം പിറുപിറുത്തു. ഞങ്ങൾക്ക് മിസ്രൈമിലായിരുന്നപ്പോൾ അവിടെ ഇറച്ചി ഉണ്ടായിരുന്നു, അവിടെ വെള്ളമുണ്ടായിരുന്നു, അവിടെ ഒന്നിനും ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഇവിടെ ഇന്നിപ്പോൾ വന്ന് ഞങ്ങളെ കൊല്ലുവാൻ വേണ്ടി അവിടെ ശവക്കല്ലറകൾ ഇല്ലാത്തത് കൊണ്ടാണോ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നതെന്ന് ഈ മോശയോട് ഇസ്രായേൽ ജനം പിറുപിറുത്തു. ഹല്ലേലൂയ. മോശ ആകെ പ്രയാസത്തിലായി. മോശ ചിന്തിച്ചു, എന്ത് ചെയ്യണം? ദൈവത്തോട് നിലവിളിക്കുകയാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, അവിടെ വചനം പറയുന്നതാണ്, പാറയെ പിളർന്ന് ദൈവം വെള്ളം പുറത്ത് ചാടിച്ച ദൈവം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നവരാണോ? നിങ്ങൾ സൂപ്പർ നാച്ചുറൽ വിശ്വസിക്കുന്നവരാണോ? യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അത്ഭുതങ്ങൾ നമ്മൾ വിശ്വസിക്കണം, സൂപ്പർ നാച്ചുറൽ വിശ്വസിക്കണം. ഞാൻ ഈ വചനം വിളിച്ചു പറയുമ്പോൾ തന്നെ നമ്മൾ പലവിധമായ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. പക്ഷേ ഞാൻ ഇന്ന് ഇത് വിളിച്ചു പറയുമ്പോഴും കഴിഞ്ഞ ദിവസവും ഞാൻ അത്ഭുതം കണ്ടവനാണ്. കഴിഞ്ഞ ദിവസവും എനിക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിച്ചവനാണ്. നമ്മൾക്ക് ഒരു മനുഷ്യൻ്റെ മുമ്പിൽ കരം നീട്ടുവാൻ ദൈവം ഇടവരുത്തത്തില്ല. ആരോടുകൂടെയും ഒന്നും ചോദിക്കുവാൻ ദൈവം ഇടവരുത്തത്തില്ല. ദൈവം നിനക്ക് വേണ്ടിയുള്ളത്
സകലതും അവൻ പ്രൊവൈഡ് ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം എന്ത് ചെയ്യുന്നു? നിർജ്ജന പ്രദേശത്ത് ജനങ്ങളെ കൊണ്ട് നിറയ്ക്കുക. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഏതെങ്കിലും ശുശ്രൂഷ ചെയ്യുന്നവരാണോ നിങ്ങൾ ഇന്ന് വചനം കേൾക്കുന്നത്? ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചെറിയ ദൈവവേലക്കാരാണോ നിങ്ങൾ ഈ വചനം കേൾക്കുന്നത്? നിർജ്ജന പ്രദേശത്ത് നീ ഇന്ന് ആയിരിക്കുന്നു, നീ ഇന്ന് വിഷമിക്കുന്നു, നീ ഇന്ന് ഭാരപ്പെടുന്നു. എന്നോടുകൂടെ ആരുമില്ലല്ലോ, എന്നോടുകൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ആരുമില്ലല്ലോ, എന്നെ ഒന്ന് കൈതാങ്ങാൻ ആരുമില്ലല്ലോ, എൻ്റെ വീട്ടിൽ ആരുമെന്ന് പ്രാർത്ഥിക്കും, എനിക്ക് വേണ്ടി കൂടെ നടക്കാൻ ആരുണ്ട്? ഞാനിന്ന് നിങ്ങളോട് പറയട്ടെ, നിങ്ങളോട് ചേർന്ന് നടക്കാൻ ഒരു കൂട്ടം പേര്, നിങ്ങളോടുകൂടെ ചലിക്കുവാൻ ഒരു കൂട്ടം പേര് ദൈവം നിർത്തുന്ന ഒരു ദൈവമാണ്. ഈ കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളോടുകൂടി ഉണ്ടെങ്കിൽ പുതിയ വഴികളെ തുറക്കും. 2024 ചില കാര്യങ്ങളോട് നിങ്ങളോട് പറയട്ടെ. 2024 2023 പോലെ ആകത്തില്ല. കൊറോണ വന്നതിന് ശേഷം ബിസിനസ് തകർന്ന് തരിപ്പണമായ ആരൊക്കെയോ ഇത് കാണുന്നുണ്ട്. സഹോദര, ഞാൻ ഇന്ന് നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടും. 2024 പുതിയ ബിസിനസ് ഡോറുകളെ ദൈവം തുറക്കും, പുതിയ വഴികളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കും, അനുഗ്രഹിക്കപ്പെട്ട വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വരും. ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ നീ ദൈവസന്നിധിയിലൊന്ന് ഇരിപ്പാൻ റെഡിയാണോ? ഹല്ലേലൂയ. നീ ഒരുപക്ഷെ പറയും, എൻ്റെ കയ്യിൽ സമ്പത്തില്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എൻ്റെ കയ്യിൽ പണമില്ല എന്നല്ല നീ പറയും. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിൻ്റെ കയ്യിലുള്ള അനുഗ്രഹിക്കപ്പെട്ട 1 രൂപ അതിനെ 1 കോടി രൂപയാക്കാൻ ദൈവത്തിന് കഴിയും. നിൻ്റെ കയ്യിലുള്ള ചെറുതിനെ വലുതാക്കുവാൻ ദൈവത്തിന് കഴിയും. നിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ചിലതിനെ, കഴിഞ്ഞ വർഷങ്ങളിൽ പച്ചപ്പുഴവും തുള്ളനും വിട്ടലും വെട്ടിക്കളഞ്ഞ ചിലതിനെ, ആ സംവത്സരങ്ങളെ മടക്കി തരുന്ന ഒരു ദൈവത്തെ ഞാൻ വിളിച്ചു പറയുന്നു. ആ ദൈവം നിന്നെ എന്നും കഷ്ടതയിലൂടെ കടത്തിവിടത്തില്ല, എന്നും നിന്നെ പിശാചിന് പന്തടിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കത്തില്ല. നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്ത്, നിനക്ക് വേണ്ടി വഴികളെ തുറന്ന്, നിനക്ക് വേണ്ടി വാതിലുകളെ തുറന്ന്, നിന്റെ ബലഹീനതയിലും തികഞ്ഞു വരുന്ന ഒരു ദൈവ സാന്നിധ്യം, ഹല്ലേലൂയ, അത് നിന്റെ മേൽ നിറച്ചു തരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇത് കേൾക്കുമ്പോഴും നീ ഇത് ഭയപ്പെട്ടാണ് ഇരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അതിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ ഒരു മനുഷ്യനെ നമുക്ക് കാണുവാൻ കഴിയും. ആ മനുഷ്യൻ്റെ പേരാണ് ഗിദെയോൻ. ഹല്ലേലൂയ. ആ ഗിദെയോൻ എന്തു ചെയ്തു? അവർ കൃഷി ചെയ്തു, സകലതും ചെയ്തു. സകലതും എന്തു ചെയ്തു? ഫെലിസ്ത്യർ കൊണ്ടുപോകുന്നു, അമാലേക്കർ കൊണ്ടുപോകുന്നു, മിദ്യാനിയർ കൊണ്ടുപോകുന്നു, സകലരും കൊണ്ടുപോകാൻ. പക്ഷെ അവൻ എന്ത് ചെയ്തു? അവൻ ഒളിച്ചിരുന്ന് എന്ത് ചെയ്യുന്നു? ചെറുതായിട്ട് അവൻ ആ മുന്തിരിച്ചക്കിൻ്റെ അതിൻ്റെ അടിയിൽ ഒളിച്ചിരുന്ന്, അവിടെ ഇരുന്ന് മെതിക്കാൻ ഒക്കത്തില്ലെങ്കിലും അവൻ്റെ വീട്ടിന് വേണ്ടി കുറച്ച് ആഹാരം അവൻ കരുതുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നീ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളെ, നീ ചെയ്യുന്ന ചെറിയ സംരംഭങ്ങളെ വലിയൊരു വിശാലതയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അവിടെ ഗിദെയോനോട് ദൈവം വന്ന് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി പറഞ്ഞു, അയ്യോ പേടിത്തൊണ്ട, നീ എന്ത് ചെയ്യുന്നു? ഒളിച്ചിരിക്കുന്നു എന്നല്ല ചോദിച്ചാൽ. അവിടെ ചോദിച്ചതിന് പരാക്രമശാലിയെ, ആ പരാക്രമശാലിയെ എന്ന് വിളിച്ചുവെങ്കിൽ ഇന്ന് നീ ചെയ്യുന്ന ചെറിയ സംരംഭങ്ങൾ, ഇന്ന് നിൻ്റെ ഹൃദയത്തിലുള്ള ചെറിയൊരാഗ്രഹം, ഇന്ന് നിൻ്റെ ഹൃദയത്തിൽ ആ ഒരു വിഷൻ, ചെറിയൊരു വിഷൻ, അതിനെ വലുതാക്കുവാൻ നീ ചലിക്കും. ഇന്ന് നിനക്കൊരു വഴി തുറന്ന് കാണുന്നില്ലെങ്കിൽ നീ മുമ്പോട്ട് ചലിച്ചു തുടങ്ങിയാട്ടെ. നിനക്ക് വേണ്ടി വഴികൾ തുറക്കും, നിനക്ക് വേണ്ടി വാതിലുകൾ ദൈവം തുറക്കും, നിനക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട സാധ്യതകളെ ദൈവം തുറക്കുക തന്നെ ചെയ്യും. പക്ഷേ ഒരൊറ്റ പ്രോമിസ് എന്താണ്? ദൈവത്തോടുകൂടെ ചേർന്ന് നടക്കണം, കർത്താവിൻ്റെ വചനം കേട്ട് നടക്കണം. ഹല്ലേലൂയ. പലപ്പോഴും പലരെയും ഞാൻ നോക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെടാത്തതിൻ്റെ കാരണം എന്താണ്? പലപ്പോഴും ഒരു നന്മ ലഭിക്കുമ്പോൾ എന്തോ ചെയ്യുന്നു? പലപ്പോഴും ഞാൻ പലരുടെയും ഒരു എക്സാമ്പിൾ കേട്ടിട്ടുണ്ട്. നമ്മളൊരു കടയിൽ പോകുന്നത് എന്താണ്? ഒരു ഫ്രിഡ്ജ് വാങ്ങാനാണ്. പക്ഷേ ഫ്രിഡ്ജിൻ്റെ വാങ്ങാൻ പോയപ്പോൾ എന്തോ ചെയ്തു? അവിടെ വേറെ ഒരു സാധനം കൂടെ ഫ്രീ ഉണ്ട്. ഹല്ലേലൂയ. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ കാര്യമോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ്റെ കാര്യമോ നമ്മൾ വിട്ടുകളയും. എന്തോ ആ ഫ്രീ കിട്ടുന്ന സാധനത്തിൻ്റെ പുറകെ ആയിരിക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, അനേക ഭക്തന്മാർ ദൈവത്തോടു കൂടെ നടന്നു, അവർ ജീവനോടുകൂടെ എടുക്കപ്പെട്ടു എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ കുടുംബസ്ഥരായാലും, നിങ്ങൾ ഏത് ജോലി ചെയ്താലും, നിങ്ങൾ ഏത് സ്ഥലത്തുകൂടെ കടന്നുപോയാലും ദൈവത്തോടു കൂടെ ചലിപ്പാൻ കഴിയും. ദൈവത്തോടു കൂടെ നടക്കുന്നവനെ കർത്താവ് കൈവിടത്തില്ല. നീ അല്ല കരം പിടിച്ചിരിക്കുന്നത്, ദൈവമാണ് നമ്മളെ കരം പിടിച്ചിരിക്കുന്നത്. ഞാൻ ഒരു പക്ഷേ നിങ്ങളോട് പറയട്ടെ, ഞാൻ ഒരു വലിയ പരാജയമായി പോകേണ്ടതായിരുന്നു, വലിയൊരു ബുദ്ധിമുട്ടിലൊക്കെ ആയി പോകേണ്ട ഒരു സാഹചര്യത്തിലായിരുന്നു. പക്ഷേ ഈ ദൈവത്തിൻ്റെ വചനം എന്ന് മുതൽ ഞാൻ കയ്യിലെടുത്തു, എന്നെ ദൈവം വാലല്ല അവൻ തലയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചെറിയ പ്രായത്തിലോ എനിക്ക് നല്ലൊരു ജോലിയും നല്ല പൊസിഷനിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ടൈമിൽ ഞാൻ ചെയ്തെടുക്കാൻ കഴിയാത്ത പല കാര്യങ്ങൾ, എനിക്ക് നേടാൻ കഴിയാത്ത പല കാര്യങ്ങൾ ഈ ദൈവരാജ്യത്തിന് വേണ്ടി നിന്നപ്പോൾ, ദൈവത്തിന് വേണ്ടി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ നിൽക്കുമെന്ന് പറഞ്ഞ് പലതിനെയും വിട്ടുകളഞ്ഞപ്പോൾ ദൈവം എനിക്ക് വേണ്ടി പുതുവഴികളെ തുറന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, എനിക്ക് ധൈര്യത്തോടു കൂടെ പറയാൻ കഴിയും, കൈവിട്ട് കളയുന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ മുറുകെ പിടിച്ചത്. നമ്മുടെ ജോലി അത് നഷ്ടപ്പെട്ടു പോകും, നമ്മുടെ പൊസിഷൻ നഷ്ടപ്പെട്ടു പോകും,
നമ്മുടെ പണവും പദവിയും എല്ലാം നഷ്ടപ്പെട്ടു പോവാം. പക്ഷേ കർത്താവിനോട് കൂടെ നടക്കുന്ന ഒരു ദൈവവേദലിനെ കർത്താവ് കരം വിട്ട് കളയത്തില്ല. കർത്താവ് അത്ഭുതകരമായി നടത്തും. മുമ്പോട്ട് ഓടമാറാക്കുന്ന ദൈവമാണ്, നമ്മളെ പിറകോട്ട് ചലിപ്പിക്കുന്ന ദൈവമല്ല. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ്, എങ്ങനെ ഇത് മുമ്പോട്ട് പോകും. പലപ്പോഴും നമ്മളും പല വിഷയങ്ങളിൽ ഭാരപ്പെട്ടു പോകും. എങ്ങനെ ഇനി മുമ്പോട്ട് പോകും, എങ്ങനെ എനിക്ക് വേണ്ടി പുതിയൊരു വഴി തുറക്കും, എങ്ങനെ എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും എന്നെല്ലാം കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ ചിന്തിച്ചു. പക്ഷേ ഇന്നലെ എനിക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്തു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം പുതിയ കാര്യങ്ങൾ ഈ 2024 ഒരു വലിയൊരു അബണ്ടൻസ് ഗ്ലോറി നിങ്ങളുടെ മേൽ വെളിപ്പെടും. ഒരു നിറവ് നിങ്ങളുടെ മേൽ വെളിപ്പെടുക തന്നെ ചെയ്യും. ഒരു അത്ഭുതകരമായ മാറ്റം നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. ആരെല്ലാം ദൈവത്തിൽ വിശ്വസിച്ച് ഒരു സ്റ്റെപ്പ് വയ്ക്കുവാൻ, മുൻപോട്ട് ഒരു സ്റ്റെപ്പ് വയ്ക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു അനുഗ്രഹം, നിങ്ങളുടെ ജീവിതത്തെ ആത്മീയമായും ഭൗതികമായി സകല മേഖലയിലും ഒരു ബ്ലെസ്സിങ് ഉണ്ടാകുന്ന ഒരു കർത്താവേ ദൈവികത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾക്കത് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. നിങ്ങൾക്ക് വിശ്വസിപ്പാൻ കഴിയുമോ? അതുകൊണ്ടാണ് ഈ യെശയ്യാ പ്രവചനത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പഴയത് വിട്ടുകളഞ്ഞ് പുതുതിലേക്ക് ചലിക്കുക. നിർജ്ജനമായിരിക്കുന്ന സ്ഥലത്ത്, മരുഭൂമി ആയിരിക്കുന്ന സ്ഥലത്ത് എങ്ങനെ ദൈവത്തിന് ചില പ്രവൃത്തികളെ ചെയ്തെടുപ്പാൻ കഴിയും, എങ്ങനെ കർത്താവിന് അത്ഭുതങ്ങളെ ചെയ്തെടുപ്പാൻ കഴിയും. നമ്മുടെ മാനുഷിക ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിച്ച് നമുക്ക് നടക്കത്തില്ല. എങ്ങനെ മുമ്പോട്ട് പോകാം? നമ്മൾ 100 പ്ലാൻ റെഡിയാക്കും, പക്ഷേ ആ പ്ലാൻ സകലതും അഫലമായി പോകും. പക്ഷേ ദൈവത്തിൻ്റെ ഒരു പ്ലാൻ എന്തിനാണ്? അതിലേക്ക് കയറി നിന്ന് കൊടുത്താൽ മതി. അതിലേക്കൊന്ന് കയറി നിന്ന് കൊടുക്കുമ്പോൾ ദൈവമാണ് അത് ചലിപ്പിക്കുന്നത്, ദൈവമാണ് അതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരു നിമിഷം നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? നിങ്ങൾ എവിടെ ആയിരിക്കുന്നു? ഇതിപ്പോൾ എന്നെ കാണുന്ന നിങ്ങൾ ഏത് സ്ഥലം, എത്ര മോശമായിരിക്കും സ്ഥലത്തായിരിക്കുന്നു. നിങ്ങൾ പറയുകയായിരിക്കും, അയ്യോ നല്ലൊരു സ്ഥലമില്ല, നല്ലൊരു കസേര എനിക്കില്ല, നല്ലൊരു കട്ടിൽ എനിക്കില്ല, നല്ല ഇരുന്ന് കേൾക്കാൻ പോലും നല്ലൊരു കാണാൻ പോലും ഒരു സ്ഥലം എനിക്കില്ല എന്ന് നിങ്ങൾ പറയുകയാണോ? ദൈവം പറയുന്നത് എന്താണ്? ദൈവം പൊടിയിൽ കിടക്കുന്ന മനുഷ്യന്, കുപ്പയിൽ കിടക്കുന്ന മനുഷ്യന് സിംഹാസനങ്ങളിൽ ഇരുത്തുവാൻ കഴിവുള്ള, അവനെ കരം പിടിച്ച് ഉയർത്തുവാൻ കഴിവുള്ള, നിന്ദിക്കപ്പെട്ട് പരിഹസിക്കപ്പെട്ട് കളിയാക്കപ്പെട്ട് കിടക്കുന്ന നിന്നെ കരം പിടിച്ച് ഉയർത്തി ദൈവസന്നിധിയിലേക്ക് ഉയർത്തുവാൻ കഴിവുള്ള ഒരു ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്താണ്? ഈ വചനം ജീവൻ്റെ വചനമാണ്. ഇത് ജീവനായിട്ട് വ്യാപരിക്കും. ഹല്ലേലൂയ. ഇതിന്മേലൊരു പവറുണ്ട്, ഇതിന്മേലൊരു ദൈവശക്തിയുണ്ട്, ഇതിന്മേലൊരു അഭിഷേകമുണ്ട്, ഇതിന്മേലൊരു പരിശുദ്ധാത്മൻ്റെ സാന്നിധ്യമുണ്ട്, ഇതിന്മേലൊരു ദൈവശക്തി ചലിക്കുന്നുണ്ട്. എത്ര പേർ നിങ്ങൾ തിരിച്ചറിയുന്നു എന്നറിയില്ല. പക്ഷേ ഞാൻ ഇന്ന് നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മളെ നോക്കി മിണ്ടാതെ കണ്ണുമടച്ചിരിക്കുന്ന ദൈവമല്ല, കേട്ടിട്ട് ഒരു ചെവി കൂടെ കേട്ട് ഇതുവഴി വിട്ടുകളയുന്ന ദൈവമല്ല. ദൈവം നിൻ്റെ യാചനകൾ, നിൻ്റെ പ്രാർത്ഥനകൾ, നിൻ്റെ നിലവിളികൾ, കഴിഞ്ഞ വർഷങ്ങളിലെ നിൻ്റെ അധ്വാനവും പ്രയത്നവും സകലതും അവൻ ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എൻ്റെ മകൻ ഇത്രത്തോളം ഓടി, അവന് ഒന്നും ഞാൻ കൊടുത്തില്ല. ഞാനിന്ന് നിങ്ങളോട് പറയട്ടെ, ചിലത് ഈ എഴുതിയിരിക്കുന്ന ഓർമ്മയുടെ പുസ്തകം സ്വർഗത്തിലെ ദൈവം തുറക്കാൻ പോകുന്നു. ചിലർ മറന്നു കളഞ്ഞു. ചിലർ ഞാൻ നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാം, ഞാൻ നിനക്ക് വേണ്ടി പറയാമെന്നല്ല ചിലർ പറഞ്ഞു, പക്ഷേ അവരെല്ലാം മറന്നു കളഞ്ഞു. പക്ഷേ ദൈവം അത് ഓർത്ത് വയ്ക്കുന്ന ദൈവമാണ്. ദൈവം അത് ഓർത്ത് വച്ച് നിനക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യുന്ന, അവന് നിനക്ക് വേണ്ടി മറുപടി തരുന്ന ഈ 2024 നീ ഈ മറുപടി കാണും. എത്ര പേർ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ഈ മറുപടി കാണും, ഞാൻ ഈ അത്ഭുതങ്ങൾ കാണും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അല്പസമയം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവകരത്തിലേക്ക് ഒന്ന് വിട്ടുകൊടുക്കാൻ റെഡിയാണോ? ഈ 2024 കഴിഞ്ഞ വർഷത്തെ പോലെ ശൂന്യതയായി പോകത്തില്ല. കഴിഞ്ഞ വർഷത്തെ പോലെ നീ നിരാശപ്പെട്ട് നടക്കത്തില്ല. കഴിഞ്ഞ വർഷത്തെ പോലെ ബാങ്ക് മാറി നീ ലോൺ എടുക്കാൻ വേണ്ടി നീ ഓടത്തില്ല. നിന്റെ സകല ബാങ്ക് ലോണുകളെ ക്ലോസ് ചെയ്യുന്ന വർഷമായിരിക്കും. നിനക്ക് വേണ്ടി സാമ്പത്തിക സ്രോതസ്സുകൾ തുറക്കുന്ന വർഷമായിരിക്കും. ദൈവമക്കളെ, നിങ്ങൾക്ക് വേണ്ടി ആത്മാക്കളെ കൊയ്യുന്ന ഒരു വർഷമായിരിക്കും. നിങ്ങൾ കരഞ്ഞ് കൊണ്ട് നീ വിത്തെടുത്ത് വിതച്ചുകൊണ്ട് നടന്നോ? ഈ വർഷം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, നീ ആർപ്പോടുകൂടെ കൊയ്യുന്ന വർഷം, നീ അനുഗ്രഹിക്കപ്പെടുന്ന വർഷം, നീ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുന്ന വർഷം, നിന്റെ മേലുള്ള ദൈവിക ബ്ലെസ്സിങ് വെളിപ്പെടുന്ന വർഷം. ഓ ഹല്ലേലൂയ. ഇതിനെ എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? ഹല്ലേലൂയ. ഒരു നിമിഷം നിങ്ങൾക്ക് ദൈവകരങ്ങളിലേക്കൊന്ന് വിട്ടുകൊടുക്കാൻ കഴിയുമോ? ഒരു നിമിഷം നമുക്ക് ദൈവകരങ്ങളിലേക്കൊന്ന് വിട്ടുകൊടുക്കാൻ കഴിയുമോ? നമ്മൾ പറയണം ഹല്ലേലൂയ. പലപ്പോഴും എൻ്റെ ലൈഫിലെല്ലാം സാമ്പത്തികമായ ഞെരുക്കവും പല ഞെരുക്കങ്ങൾ വരുമ്പോൾ അങ്ങനെ അങ്ങ് പോട്ടെ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പക്ഷേ നമ്മൾ എന്ത് ചെയ്തില്ല, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഈ സമയം ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റെഡിയാണോ? നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്, നിങ്ങൾ ആലോചിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്, പക്ഷേ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ഇരിക്കുവാൻ, ദൈവസന്നിധിയിൽ ഇരുന്ന് പറയുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ഞാൻ ഒരു
നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ 2024 അത്ഭുതകരമായി ദൈവം നിന്നെ നടത്തുവാൻ, അതിശയകരമായി ദൈവം നിന്നെ നടത്തുവാൻ, വിടുവിക്കപ്പെട്ട് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ വർഷം എൻ്റെ അനുഗ്രഹത്തിൻ്റെ വർഷം, നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ വർഷം. എന്നെ കാണുന്ന സകലരും ഒരു നിമിഷം നിങ്ങൾ കണ്ണുകളെ അടച്ചാട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് കർത്താവേ ഞങ്ങളെ തന്നെ ഞങ്ങൾ ഏൽപ്പിച്ച് തരുന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരം ചലിക്കട്ടെ. ഈ വചനം വിളിച്ച് പറഞ്ഞതുപോലെ പണ്ടുള്ളവയെ ഓർത്തുകൊണ്ടിരിക്കുവാനല്ല, മുമ്പുള്ളതിനെ നിരൂപിച്ചു കൊണ്ടിരിക്കാനല്ല. കർത്താവ് ഇതാ പുതിയതൊന്ന് ചെയ്യുന്നു എന്ന് വചനം പറയുന്നുവെങ്കിൽ പുതിയത് ഇവരുടെ ലൈഫിൽ വെളിപ്പെട്ട് വരട്ടെ. ഇന്ന് ആരെങ്കിലും ഇതിനകത്ത് രോഗികളായിരിക്കുന്നുണ്ടോ? നിന്റെ കേടുപാടായുള്ള അവയവങ്ങളിൽ കർത്താവ് പുതിയത് ചിലത് സൃഷ്ടിക്കപ്പെടട്ടെ. ഒരു ക്രിയേഷൻ ഗ്ലോറി വെളിപ്പെട്ട് വരട്ടെ. ദൈവത്തിൻ്റെ അത്ഭുതകരം ഇവരുടെ മേൽ ചലിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ, പുതിയ ബിസിനസ്സുകൾ തുടങ്ങട്ടെ. പുതിയ ഡോറുകൾ ഓപ്പൺ ആകട്ടെ. പുതിയ ജോലി സാധ്യതകൾ തുറന്നു വരട്ടെ. നീ വിസ എടുത്ത് വച്ചിരിക്കുന്നു, ഗൾഫിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിരിക്കുന്ന ചിലരുണ്ട്. നിന്നെ ഗൾഫിൽ 2 വർഷത്തേക്ക് 5 വർഷത്തേക്കല്ല, നിന്നെ യൂറോപ്യൻ കൺട്രീസുകളിലേക്ക് അയക്കുവാൻ, നിന്നെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടി സ്റ്റാമ്പുകൾ അടിക്കുന്നു. ചില വിസകൾ അത് സൈൻ നടക്കുന്നു. ദൈവ പ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. ദൈവത്തിൻ്റെ അത്ഭുതകരം ഇവരുടെ വേണ്ടി ചലിക്കട്ടെ. ദൈവിക ബ്ലെസ്സിങ് വെളിപ്പെടട്ടെ. ഇവർ ഫൈനാൻഷ്യലി, സ്പിരിച്വലി കർത്താവ് വലിയൊരു ബ്ലെസ്സിങ്ങിലേക്ക് കയറട്ടെ. ദൈവത്തിൻ്റെ കർത്താവെ അത്ഭുതകരം ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. ഇതാരുടെയെല്ലാം ചെവിയിൽ ഇത് കേൾക്കുന്നുണ്ടോ? അനുഗ്രഹത്തിൻ്റെ വചനമായി ഇത് മാറട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പൊന്നുകരം ചലിക്കണം, അത്ഭുതങ്ങളെ അങ്ങ് ചെയ്യണം. ദൈവിക ബ്ലെസ്സിങ് വെളിപ്പെട്ട് വരട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.